നമസ്കാരം. ബോബി ചെമ്മണ്ണൂരിന് എതിരെയുള്ള തന്റെ അനിഷ്ടവും വിയോജിപ്പുമൊക്കെ തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണല്ലോ ഹണി റോസ്. ജ്വല്ലറി ഉദ്ഘാടനത്തിനെത്തിയ തന്നെ കുന്തി ദേവി എന്ന ബോബി ചെമ്മണ്ണൂർ വിളിച്ചതിലുള്ള തന്റെ അനിഷ്ടം വേദിയിൽ വെച്ച് പ്രകടിപ്പിക്കാതിരുന്നത് ഉദ്ഘാടനത്തിന് വിളിച്ചവരോടുള്ള ആദരവ് കൊണ്ടാണെന്നാണ് ഹണി റോസ് പറയുന്നത്. വീട്ടിലെത്തിയതിനു ശേഷം പ്രോഗ്രാം കോർഡിനേറ്ററെ വിളിച്ച് തനിക്ക് പറയാനുള്ള എതിർപ്പ് പറയാൻ ഏർപ്പെടുത്തിയെന്നും ഇനി മുതൽ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും താൻ ഉണ്ടാകില്ല എന്ന് തീരുമാനിച്ചുവെന്നും ഹണി റോസ് വ്യക്തമാക്കുന്നുണ്ട്. ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ അതേസമയം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങുകയാണ് പോലീസ്. ബോബി ചെമ്മണ്ണൂരിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അശ്ലീല ആംഗ്യങ്ങളിലൂടെയും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയും നിരന്തരമായി അധിക്ഷേപിക്കുന്നുവെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നുവെന്നും കാണിച്ച് ഹണി റോസ് നൽകിയ പരാതിയിലാണ് പോലീസിന്റെ ഈ നടപടി. അതേസമയം തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ ഒഴിവാക്കുമെന്ന് ബോബി ചെമ്മണ്ണൂർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജാമ്യ ഹർജിയിൽ കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാകും. അറസ്റ്റ് ഒഴിവാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ. പോലീസിന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയെന്നാണ് സൂചന. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഹണി റോസ് പരാതി നൽകിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു പരാതിയുടെ വിവരങ്ങൾ നടി പുറത്തുവിട്ടത്. താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു. വിവരം അറിയിച്ചുകൊണ്ട് ഹണി റോസ് കുറിച്ചതാണ് ഈ വാക്കുകൾ. ഞെട്ടലോടെയാണ് ബോബി ചെമ്മണ്ണൂർ ഇതിനെ ഉൾക്കൊണ്ടത്. 2 ദിവസമായി ഹണി റോസ് പേര് പറയാതെ തനിക്കെതിരെ അധിക്ഷേപം നടത്തിയ മുതലാളിക്കെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് ഉയർത്തിയിരുന്നത്. എന്നാൽ പേര് പുറത്തു പറഞ്ഞില്ല. ഇതിൽ പ്രതികരിച്ച് ബോച്ചെ ഫാൻസ് അശ്ലീല കമന്റുമായി എത്തി. ഇതോടെ കമന്റുകൾക്കെതിരെ ഹണി റോസ് പരാതി നൽകി. ജാമ്യമില്ലാ വകുപ്പും ചുമത്തി. പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെയും പരാതി നൽകിയത്. പരാതിയിൽ നടി ഹണി റോസിന്റെ വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. നിലവിൽ എഴുതി നൽകിയ പരാതി അടിസ്ഥാനപ്പെടുത്തിയുള്ള മൊഴിയെടുപ്പിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തുന്നതിൽ തീരുമാനമെടുക്കും. തെളിവുകൾ കൂടി ശേഖരിച്ച ശേഷം ബോബി ചെമ്മണ്ണൂരിനെ അടുത്ത ദിവസം ചോദ്യം ചെയ്യും. അറസ്റ്റിനുള്ള സാധ്യതയുള്ളതിനാൽ ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കും. സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതിന് IT ആക്ടിലെ വകുപ്പും ബോബിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. തനിക്കെതിരെയും മറ്റ് സ്ത്രീകൾക്കെതിരെയും അശ്ലീല പരാമർശം നടത്തുന്ന വീഡിയോ തെളിവുകൾ സഹിതമാണ് ഹണി റോസ് പരാതി നൽകിയത്. തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ച ലൈംഗിക ചുവയോടെ തുടർച്ചയായി പരാമർശം നടത്തിയെന്നാണ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ഹണി റോസ് നൽകിയ പരാതിയിൽ പറയുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വീണ്ടും അധിക്ഷേപം തുടർന്നതോടെയാണ് പരാതി നൽകിയതെന്നാണ് ഹണി റോസിന്റെ പ്രതികരണം. പരാതിക്കാരി എന്ന നിലയിൽ തന്റെ പേര് മാധ്യമങ്ങൾ മറച്ചു വെക്കരുതെന്നും ഹണി റോസ് പ്രതികരിച്ചു. അതിനിടെ ഹണിയോട് തെറ്റായ ഉദ്ദേശത്തോടെ പെരുമാറിയിട്ടില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നു. ബലമായി കയ്യിൽ പിടിച്ചിട്ടില്ല. ആ സമയത്ത് ഹണി റോസ് പരാതിയൊന്നും പറഞ്ഞിട്ടുമില്ല. ആഭരണങ്ങൾ അണിയിച്ചിരുന്നു. മാർക്കറ്റിങ്ങിനായി ചില തമാശകൾ പറയാറുണ്ട്. താൻ പറയാത്ത വാക്കുകൾ പലരും കമന്റുകളായി വളച്ചൊടിക്കുന്നെന്നും ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചു. ഹണി റോസിനെ മഹാഭാരതത്തിലെ കുന്തി ദേവിയോട് താൻ ഉപമിച്ചിരുന്നുവെന്നും അതിൽ മോശമായ കാര്യമൊന്നുമില്ലെന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്. കുന്തി ദേവി എന്ന് പറഞ്ഞതിൽ ദ്വയാർത്ഥമുണ്ടെന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത്. തെറ്റിദ്ധരിച്ചായിരിക്കും പരാതി നൽകിയത്. മോശമായി താൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഹണി റോസിന് വിഷമമുണ്ടായതിൽ തനിക്കും വിഷമമുണ്ടെന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകൾ. മാസങ്ങൾക്ക് മുൻപാണ് ജ്വല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ഇപ്പോൾ പരാതിയുമായി വരാൻ കാരണം എന്താണെന്ന് അറിയില്ല. ചടങ്ങിൽ വരുമ്പോൾ താരങ്ങളെ ആഭരണം അണിയിക്കാറുണ്ട്. പല പ്രാവശ്യം ചെയ്തിട്ടുമുണ്ട്. മോശമായ കാര്യമാണെന്ന് എനിക്കോ ഹണിക്കോ തോന്നിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് പരാതി നൽകിയതെന്ന് അറിയില്ലെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പിലൂടെയാണ് ഹണി റോസ് താൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു. അതിന്റെ പ്രതികാരം എന്നോണം സമൂഹ മാധ്യമങ്ങളിൽ തന്റെ പേര് മനഃപൂർവ്വം വലിച്ചിഴയ്ക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള
കമന്റുകൾ പറയുകയുമാണ് ഈ വ്യക്തി ചെയ്യുന്നതെന്നും ഹണി റോസ് പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നു. ദ്വയാർത്ഥ പ്രയോഗം നടത്തി പിന്നാലെ നടന്ന് അപമാനിക്കുന്ന വ്യക്തിക്കെതിരെ ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ പ്രതികരണത്തിന് താഴെയാണ് അധിക്ഷേപ കമന്റുകൾ വന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ അശ്ലീല കമന്റുകളുമായി എത്തിയ 30ഓളം പേർക്കെതിരെ ഞായറാഴ്ച രാത്രി എറണാകുളം സെൻട്രൽ പോലീസിൽ ഹണി റോസ് പരാതി നൽകി. നടിയുടെ പരാതിയിൽ 30ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കുമ്പളം സ്വദേശി ഷാജിയെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നന്ദി.